അടുത്ത മകളുമായി ഞങ്ങളെ ഈ വൈകിയ സമയം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സന്തോഷവുമായി നടക്കാതെ എത്തുക സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുവിശേഷങ്ങൾ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്ന് പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കിയത് ഞങ്ങളൊക്കെ ഇന്ന് വഴികളിലും തെരുക്കോടുകളിൽ നിന്നുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാൻ കാരണം സത്യം അറിയുകയും സത്യം നിങ്ങളെ സമൃദ്ധമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവഴുത്താണ്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന യേശുവിനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിലേക്ക് പോകാൻ കഴിയില്ല എന്ന് യേശുവിന്റെ വാമൊഴിയാൽ പറയുവാനിട വന്നു. എന്റെ പേര് അജുകുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി സുവിശേഷത്തെ നിന്ദിക്കാൻ കളിയാക്കി ചെയ്ത ആളായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും ഇതുപോലെ പരസ്യമായി ശുശ്രൂഷകൾ ചെയ്തെടുക്കുന്ന ഒരുപാട് ആളുകളെ കളിയാക്കി നിന്ദിക്കുകയും കല്ലെറിയിച്ചത് ആളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിൽ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകൾ ചെയ്തതിനു ശേഷം ഒന്നിനും വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർക്കുകയും കളിയാക്കി ചെയ്തിരുന്ന യേശുവിന്റെ ദൈവമാണോ എന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാമെന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു. എന്നാൽ 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദായകം അപ്പുറമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ വിളിച്ചറിയിക്കുന്നത്. അരപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു പറഞ്ഞ്. സമൃദ്ധിയായ ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിച്ചു തീർക്കുന്നതല്ല. സമൃദ്ധിയായ ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് അധികമായ കഷ്ടമാണ്. ഇന്ന് നാം കേൾക്കുന്ന വാർത്തകൾ അധികമാവും മാതാപിതാക്കന്മാരെ അനാഥാലയങ്ങൾ ഉപേക്ഷിക്കുന്ന, വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന ഈ ആയുസ് എത്രത്തോളം അത്രയോ ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം. ദൈവത്തോടുള്ള നിത്യമായ 2ാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ 2ാം മരണവും മനുഷ്യനെ കാത്തു നിൽക്കുന്നതിനാൽ ആ മരണത്തിലേക്ക് ഒരാൾ പോലും ചെന്നെത്തില്ല എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് പരസ്യമായുള്ള ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ നിത്യമായ ഒരു ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. മനുഷ്യ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ ഏറ്റവും അധികമായി പണം മുടക്കുന്നതാണ് പാപത്തിന് പരിഹാരം കാണാൻ വേണ്ടി അന്നദാനം കൊടുക്കുകയും വീട് വെച്ചു കൊടുക്കുകയും മറ്റു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് താൻ അതുപരമായി ചെയ്തിരുന്ന സകല പാവവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ ഭൂമി നാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും മനുഷ്യന് പാപത്തെ മാറ്റുവാൻ കഴിയുന്നില്ല. പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ്. നമ്മളായിരിക്കുന്ന പാപത്തിന്റെ രക്തം മാറി പാപമില്ലാത്തവരുടെ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ നിത്യമായൊരു ജീവനിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കഴുകപ്പെടണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം പങ്കാളിത്തം വഹിക്കണം. യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളയാൻ കഴിയില്ല എന്നുള്ള സത്യ സുവിശേഷമാണ് നിങ്ങളുടെ കാതിൽ സമയം ഒഴുകി കേൾക്കുന്നത്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായി ആദ്യ മനുഷ്യനെ കാഴ്ച നിമിത്തമാണ്. ആദം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലുമായിരുന്നു.
എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം മനസ്സിലാക്കിയത് കാണിച്ച നിമിത്തം ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയും ദൈവത്തിന്റെ വാക്കുകൾക്ക് മറിഞ്ഞിരിക്കുകയും ചെയ്ത മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പ് താളഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എന്റെ ഈ നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറ പിടിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വളർന്നിരിക്കുന്ന ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഇവിടെ ഒരുപാട് കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് എന്ന് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെടുക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നതിന്റെ സുവിശേഷമെന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം എടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം വിളിച്ചുകൊണ്ടാൻ ഇടവന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കൂരാൻ ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവിനകത്തും സന്തോഷം കണ്ടെത്തി ഈ മരണം വരെയുള്ള ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ ജീവിക്കാൻ പറ്റും ആ രീതിയിൽ കുഴപ്പി സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതാണ് ഭാഗ്യമുള്ള ജീവിതമെന്ന് കണ്ട് ജീവിച്ച ആളുകളായിരുന്നു. എന്നാൽ ഞങ്ങളെ വിടിവിക്കണമെന്നും കഴിയാതെ വന്നപ്പോൾ, ഞങ്ങളെ രക്ഷിക്കുവാനൊന്നും കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ തേടിയത് സുവിശേഷമാണ്. ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരഞ്ഞുപോരുകൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നരസിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ നാമമേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവെന്ന്. ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നത് എന്താണ് പ്രയോജനമെന്ന്. ആത്മാവിന്റെ നഷ്ടത്തെക്കുറിച്ച് ബൈബിൾ ഓർമ്മപ്പെടുത്തുമ്പോൾ പലരും ഈ ആത്മാവിനെ ഇവിടെ കൊണ്ട് തീർന്നു പോകും, അതുപോലെ നന്നായി ജീവിക്കാൻ കണ്ട് പണമുണ്ടാക്കി മറ്റു പല രീതിയിൽ സന്തോഷം കണ്ട് ജീവിക്കുമ്പോൾ വേദവസ്തു ചോദിക്കുകയാണ്, ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ആത്മാവ് നിശ്ചയമായി നരകത്തിൽ ചെന്നെത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ആത്മാവിന് മരണമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകൾ കർമ്മങ്ങളൊക്കെ ഈ ഭൂമി ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനകൾ കർമ്മങ്ങളൊന്നും ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിശ്ചയമായ രക്ഷയിലേക്ക് എത്തിക്കുന്നതല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കാളി പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ എല്ലാവരും വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ജീവന്റെ പുസ്തകത്തിൽ പ്രതി കാണുന്ന ഏവരെയും തീപ്പൊയ്ക്ക് തള്ളിയിടപ്പെടുവാനുള്ള വരും. ജീവന്റെ പുസ്തകത്തിൽ പ്രതി കാണുമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിച്ചതുകൊണ്ടോ നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ നല്ല പണമുള്ളത് കൊണ്ടോ ജീവന്റെ പുസ്തകത്തിൽ പ്രതി കാണുകയില്ല. യേശു വീണ്ടും ജനനം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കും ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുകയുള്ളൂ. നമുക്ക് സൗജന്യമായ ഒരു ലക്ഷ്യമുണ്ട്. യോഗനാന്റെ സുവിശേഷം 3-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുന്നതക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹത്തെയാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചറിയിക്കുന്നത്. ആ സ്നേഹത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണ് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ കടിച്ചുണ്ടപ്പാണെങ്കിലും അതിന് ഹിമം പോലെ പഠിപ്പിക്കുന്ന യേശുണ്ട്. പാപത്തെ മാറ്റി എവിടെയും അലയേണ്ട ആവശ്യമില്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പറഞ്ഞാൽ കഴിഞ്ഞാൽ പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുണ്ട്. ഒരു പക്ഷേ ഇനിയൊരു സുവിശേഷം കേൾക്കുവാനോ ഇതുപോലുള്ള മുന്നറിയിപ്പ് കാണുവാനോ നമുക്കൊരു പക്ഷെ കഴിഞ്ഞെന്ന് വരികില്ല. കാരണം മരണം നിശ്ചയമാണ്, ഉറപ്പാണ്. മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കണം മരിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തെക്കുറിച്ച്. മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ഏതെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ നിശ്ചയമായ ജീവനിലേക്ക് എത്തിക്കാൻ കഴിയുന്നല്ല. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഈ സമയം നാം നഷ്ടപ്പെടുത്തി കളയാതെ, തന്നിരിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ ഈ സന്ദേശം ഏറ്റെടുക്കുക തക്കവണ്ണം ഇവിടെ നടന്ന പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു നിത്യത്തിലേക്ക് എത്തിക്കത്തക്കവണ്ണം അത് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ദൂരസംഘാതെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഈ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ തള്ളിക്കളയരുത്, ഈ സന്ദേശം തള്ളിക്കളയരുത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നൊരു ദോഷത്വവും വിശ്വസിക്കുന്ന നമുക്ക് ദൈവശക്തിയാകുമെന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും കെട്ടുകഥ പോലെയോ ഏതെങ്കിലും ഐതിഹ്യ കഥ പോലെയോ ഈ സന്ദേശത്തെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ രണ്ടാം മരണമായ തീപ്പൊഴിച്ച് നിർത്തിയെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം ഇവിടെ വന്ന് പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മടങ്ങി വരുക, യേശുവിലേക്ക് മടങ്ങി വരുക. യേശു നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നുള്ള ദൈവികമായ അടിസ്ഥാനത്തിൽ എന്റെ വാക്കുകളെ നിർത്തുന്നു.